ഹായ് ഗൈസ്, വെൽക്കം ബാക്ക്. ഇന്ന് സാൻഡ്വിച്ച് ആക്കിയിട്ട് എങ്ങോട്ടാ കൊണ്ടുപോകുന്നതിന് ഒന്നും മനസ്സിലാവുന്നില്ല. എന്തായാലും മുടി വെട്ടാനെല്ലാം തോന്നുന്നു. മുടിയൊക്കെ ആകെ കിളിർത്ത് വരുന്നേ ഉള്ളൂ. എത്ര ആലോചിച്ചിട്ട് പിരി കിട്ടുന്നില്ലല്ലോ ഇവർ എങ്ങോട്ടാ കൊണ്ടുപോകുന്നതിന്. തിരിച്ചു മറിച്ചൊക്കെ ഞാൻ നോക്കുന്നുണ്ട്. ഇനി മുടി വെട്ടാൻ തന്നെ ആണോ? എത്ര ആലോചിച്ച് വെട്ടാൻ കിട്ടുന്നു. കുറെ നേരമായത് കുട്ടി കുലുങ്ങി അപ്പൻ്റെ മേറ്റിന്റെ തല തട്ടിന് അപ്പക്ക് വേദന ആവുണ്ടാവോ. ഇനിയിപ്പോ അപ്പനോട്ട് ഞാൻ കുറച്ച് നേരം എണീച്ച് നിൽക്കാണെങ്കിൽ ക്യാമറ എനിക്ക് നേരെ ഓൺ തന്നെ കേട്ടോ. അതിൻ്റെ അടുക്കാണ് അമ്മൻ്റെ ഒരു ഉമ്മ വെക്കല്. എന്നാലും അമ്മ എന്തിനാലേ ഇങ്ങനെ പോണ വയ്ക്കൊക്കെ എന്തെങ്കിലും ഉമ്മ വെക്കുന്നത്? കുറച്ച് ആറ്റിറ്റ്യൂഡ് ഇട്ട് നിന്നോക്കാം. വെയിൽ കണ്ണ് കുത്തിയിട്ടാണെങ്കിൽ ഒന്നും കാണണമില്ല. എന്നാലും ഇതിപ്പോൾ എങ്ങോട്ടായിരിക്കും? എത്ര ആലോചിച്ചിട്ട് ഓരോ പിടിയും കിട്ടണില്ല. അപ്പ പറയുന്ന സ്ഥലം ഏതാണ് അമ്മക്ക് മാത്രം മനസ്സിലാവും. അപ്പം മാറി നിൽക്കണം അബ്ബ. ഞാൻ വേണമെങ്കിൽ വണ്ടി ഓടിക്കാൻ അപ്പനോട് പറയുന്നുണ്ട്. പക്ഷെ അപ്പ ഒന്നും പറയുന്നില്ല. എന്തായാലും ഇവർ ചായക്കട കയറി ഇനി കുറച്ച് കടിയൊക്കെ തിന്നിട്ടാവാം. പിന്നെ കടി എന്തെങ്കിലും തിന്നാൽ കൈ മുമ്പിൽ എൻ്റെ നിർബന്ധമായിട്ടുള്ള കാര്യം. ഇനി അമ്മൻ്റെ അടുത്ത് നിന്നിട്ട് കാര്യമില്ല. ഇനി കുറച്ച് നേരം അപ്പൻ്റെ അടുത്ത് പോയിട്ട് നോക്കാം. അപ്പൻ്റെ അടുത്ത് പോയിരുന്നിട്ട് അപ്പൻ്റെ അടുത്തുള്ള ചായയും കൂടിയൊക്കെ കഴിഞ്ഞാൽ എനിക്ക് ഇപ്പോൾ ഇവർ ചായ കുടിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്ര ദൂരം വന്നത്. എന്തായാലും ചായ കുടിക്ക് കഴിഞ്ഞ നേരത്തെ എനിക്ക് ഇനി കുറച്ച് നേരം കൈ മുമ്പ. ഇവര് ഈ ഭാഗത്തേക്കാണല്ലോ പോയത്, ബാണാസുര ഡാമിൻ്റെ അടുത്ത്. അവിടെ എന്നെ കൂട്ടാതെ പോയിനോല്ലോ ഇവര് 5 വർഷം മുമ്പ്. അതൊക്കെയാണ് ഇവർ ഇരുന്ന് പറയുന്നത്. അതിൻ്റെ അടുക്ക് മമ്മ മഴവില് കണ്ട പോലും മമ്മ ഇതൊക്കെ ആദ്യമായിട്ടാണല്ലോ കാണുന്നത്. ഞാനിതൊക്കെ എത്ര തവണ കണ്ടതാണെന്നറിയോ. എനിക്കാണെങ്കിൽ ഉറക്കം വന്നിട്ട് വയ്യ. കൈ പോകുമ്പോൾ ഈ വൈകുന്നേരം നേരം ഇവർക്ക് വേറെ പണിയൊന്നും ഇല്ലായിട്ട് നേരത്തെ കഴിച്ച കടീൻ്റെ ബാക്കിയുണ്ടല്ലോ, അതൊരു കഷ്ണം ഇനി ഇരുന്ന് തിന്നാ. ബോറടിച്ചിട്ടാണെങ്കിൽ എനിക്ക് വയ്യ. കുറച്ച് നേരം മുഖത്ത് കുറച്ച് എക്സ്പ്രഷനൊക്കെ ഇട്ട് നോക്കിയതാ. ഇതൊക്കെ എങ്ങനെ ഉണ്ട്? നല്ല രസമുണ്ടോ? പിന്നെതാ മമ്മ ഇങ്ങനെ ഓരോ സ്ഥലം വീഡിയോ എടുക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് നേരം ഞാനും മമ്മി ഇറങ്ങി നടന്ന് തിന്നതെന്തോ പല്ല് പോയിക്ക് എല്ലില്ലതാണെന്ന് തോന്നുന്നു. കിട്ടണില്ല. ഇങ്ങനെ വണ്ടി വിളിയിരുന്ന് കയറി പോകാൻ നല്ല രസമാണല്ലേ. മുകളോട്ട് ഇങ്ങനെ നോക്കുമ്പോൾ ഞാൻ കുറച്ച് നേരം കുടിച്ചിരിക്കാൻ ചിരിക്കുമ്പോൾ നോഞ്ചത്തെയാണോ. വെറുതെ ബോറടിക്കുന്ന സമയത്താണ് കൈ ഉമ്പാൻ വേണ്ടി പോകുന്നത്. കൈ ഉമ്മ നോക്കുമ്പോൾ തെറിക്കും കാണില്ല. ഇപ്പം അമ്മ ഒരു വർഷം ടവലൊക്കെ തന്നെ ഒപ്പിച്ചിട്ടുണ്ട്. ഒർക്ക് വന്നിട്ട് ഇങ്ങെത്തിക്ക്. ഇവരെ പോണ സ്ഥലം എവിടാന്ന് മനസ്സിലായോ? ഏതോ വെള്ളച്ചാറ്റാണ്. ഈ മരം കണ്ട് ഇരുമലൊന്നും ഇരിക്കാന്ന് പറഞ്ഞിട്ട് അബ്ബ കേൾക്കുന്നില്ലേ. ഞാൻ പറയുന്നത് എന്താന്ന് അബ്ബക്ക് മനസ്സിലാവായിട്ടാണ്. ഇനിയിപ്പം അമ്മൻ്റെ അടുത്ത് പോയോക്കാം. അവസാനം അബ്ബക്ക് മനസ്സിലായി. അബ്ബ എന്നെ ഇവലിരുത്തി ആറ്റൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. എൻ്റെ കയ്യിലിടാ ഒരു ടിക്കറ്റ്. ഈ ടിക്കറ്റ് പോയിപ്പോണ്ടിട്ടോ അബ്ബ അപ്പൻ്റെ പോക്കറ്റിൽ തന്നെ വെക്കണേ. ഇവർക്കൊന്നും ഒരു സൂക്ഷ്മതയില്ല. ഞാൻ വേണം എല്ലാം സൂക്ഷിക്കാൻ. അവൻ്റെ പോക്കറ്റ് കാണിച്ച് ഇതിൽ ഭദ്രമായിട്ട് വെക്കണം കേട്ടോ അബ്ബ. ഇനി അമ്മൻ്റെ കൂടെയുള്ള ഫോട്ടോഷൂട്ട്. അബ്ബ കഴിഞ്ഞാൽ അമ്മ എന്നെ കൊണ്ട് എനിക്ക് വയ്യ. ഒരാൾ കഴിയുമ്പോൾ ഒരാൾ ഫുള്ള് ഫോട്ടോഷൂട്ട് തന്നെ. ഈ വെള്ളം കണ്ട് ഈ വെള്ളത്തിൽ കാലിട്ടിട്ടും ചോദിച്ചിട്ട് അമ്മ സമ്മതിക്കുന്നില്ല. എല്ലാവരും വരി. എൻ്റെ അപ്പൻ ആറ്റ കരിച്ച് അതിൻ്റെ ഇടയിലാണെങ്കിൽ എൻ്റെ അപ്പൻ ആറ്റയും കരിച്ചു. ആരും കയ്യിൽ പന്നിയുണ്ടോ അവൻ്റെ മുറുക്കി വെച്ച് കൊടുക്കാൻ. പിന്നെ ഇവർ രണ്ടാലും ഫോട്ടോ എടുക്കും. അതിൻ്റെ നടുക്ക് ഇരുന്നിട്ട് ഇങ്ങനെ ഫോട്ടോ കൊള്ളാക്കുന്നത് നല്ല രസമുള്ള പരിപാടി കേട്ടോ. ഇവരെൻ്റെ റീലൊക്കെ എടുക്കാനല്ലോ. പക്ഷെ എനിക്ക് ആ ക്യാമറൻ്റെ നടുക്ക് വന്ന് നിന്നിട്ട് ഇങ്ങനെ തള്ളി കളിക്കുന്നതാട്ടോ കൂടുതൽ ഇഷ്ടം. മതി അബ്ബ റീലൊക്കെ എടുത്തിട്ട് ഇനി നമുക്ക് കുറച്ച് നേരം വെള്ളത്തിൽ കളിക്കാം. ഇത്ര ദൂരം വന്നിട്ട് വെള്ളത്തിൽ കളിക്കാമോ. അപ്പൊ നല്ല തന്നെ വെള്ളത്തിലൊക്കെ മുക്കി തന്നെ നല്ല രസം. കുറേ നേരം വെള്ളത്തിൽ കളിച്ച് ഇനി നമുക്ക് കുറച്ച് നേരം മണ്ണിൽ കളിക്കാം. മണ്ണിൽ ഇങ്ങനെ കൈയൊക്കെ ഇട്ട് മാന്തി നോക്കാം. ഒന്നും കിട്ടുന്നില്ല. അത് പാറിയാനും. അപ്പൊ എന്റെ വീഡിയോ ഒരു അവസാനിക്കാണെങ്കിൽ ഞാൻ കുറച്ച് നേരം ബൈ.